മുൻമന്ത്രി വീണ ജോർജിനെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പുനരന്വേഷണം ആരംഭിച്ചു. 5 KSUക്കാരെ ആണ് കണ്ണൂർ റെയിൽവേ പോലീസിൽ അറസ്റ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരുടെ കഴുത്തിന് ആവി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അവരുടെ മൊഴി എടുക്കാൻ തന്നെ ഈ സംഭവത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരെ അവിടുത്തെ പ്രതിഷേധത്തിനിടെ യാത്ര റദ്ദാക്കി അവരെ ജില്ലാ ആശുപത്രിയിലാക്കി. അതിനുശേഷം ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവരുടെ കഴുത്തിന് സാരമായ പരിക്കേറ്റു എന്നായിരുന്നു ആക്ഷേപം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. 5 യൂത്ത് കോൺഗ്രസ്സുകാരെ ഏകദേശം 2 ആഴ്ചത്തോളം റിമാൻഡ് ചെയ്തു. അവരെ യഥാർത്ഥത്തിൽ കരിങ്കൊടി കാണിച്ചതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. CCTV ദൃശ്യത്തിൽ നമുക്കതായി കാണാനൊക്കുള്ളൂ. മന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെങ്കിലും പ്രതിഷേധമായിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എത്തിയതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല. അവർ പ്രതിഷേധിച്ചു, അത് നമുക്ക് CCTV ദൃശ്യത്തിൽ കാണാം. പക്ഷേ മന്ത്രിയുടെ അടുത്ത് പോലീസും വനിതാ പോലീസും അവരെ ചുറ്റിപ്പറ്റി അവരെ ഒരു കവചം തീർത്തതുകൊണ്ട് അങ്ങോട്ടങ്ങ് ഇവർ പോയിട്ടില്ല. ഇവരെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ 5 പേരേ ഉള്ളൂ. അവരെ ആ പ്ലാറ്റ്ഫോം വെച്ച് തന്നെ തടഞ്ഞ് മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ കള്ളമായിട്ടൊരു മൊഴി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. 2 ആഴ്ച അവർ സബ് ജയിലിൽ കിടന്നു. അതിൻ്റെ ഒരു പുനരന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരെ ആഭ്യന്തര വകുപ്പിനെ കണ്ട് അവരുടെ പരാതി രേഖപ്പെടുത്തി ഇത് കള്ളക്കേസാണ്, അതുകൊണ്ട് ഇതിൻ്റെ പുനരന്വേഷണം നടത്തണം, തങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, CCTV ദൃശ്യത്തിലും അത് കാണാനില്ല, തങ്ങൾ ബ്ലാക്ക് ഫ്ലാഗ് കാണിച്ചെന്നല്ലാതെ പ്രതിഷേധിച്ചെന്നല്ലാതെ മറ്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല, മന്ത്രിയുടെ അടുത്തിട്ട് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സ്പീക്കർ ഷംസീറും അതുപോലെ തന്നെ LDF കൺവീനറും അവരെ മുൻമന്ത്രി വീണ ജോർജിനെ പരിക്കേൽപ്പിച്ചു എന്ന് ഉള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വസ്തുത ഇനി അറിയേണ്ടിയിരിക്കുന്നു. CCTV ദൃശ്യത്തിൽ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിനകത്ത് ഒരു അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കേസ് മലീഷ്യസ് ഇൻറ്റൻഷനോട് കൂടി അത് കളവായിട്ട് എടുത്ത് മുന്നോട്ട് പോയി അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായാലും ശരി അയാളുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും. കാരണം സത്യസന്ധമല്ലാത്ത രീതിയിൽ ഒരു കേസ് അന്വേഷിച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എതിരായിട്ട് നടപടികൾ കൃത്യമായിട്ട് എടുക്കണം എന്നാണ്. ആലപ്പുഴയിൽ നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ 5 പേര് അവിടെ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അവർക്ക് മാരകമായി പരിക്കേറ്റു, അവരെ 10 റൗണ്ട് അടിക്കുന്നതൊക്കെ കണ്ടു. അതിൻ്റെ യഥാർത്ഥ സത്യസ്ഥിതി ഇപ്പം മനസ്സിലായി. അന്ന് ആ കേസിനകത്ത് പെർഫെക്റ്ററി ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തക്ക രീതിയിൽ മൊഴി മാറ്റുകയും കേസ് ഡയറിയിലെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുകയും ഒക്കെ ചെയ്തത് DGP അജിത് കുമാർ ആണ് എന്നും കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം സസ്പെൻഷനിലായി. ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും ശരി രാഷ്ട്രീയപരമായി ചിലപ്പം അവർക്ക് ഭരണകക്ഷിയുടെ ഉണ്ടാകാം. പക്ഷേ കേസ് അന്വേഷണത്തിൽ അതൊന്നും നിലനിൽക്കാൻ പാടില്ല. ഭരണഘടന അനുസരിച്ച് ഉള്ള പോസ്റ്റിങ്ങിലിരിക്കുന്നവരൊക്കെ പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റവരും സത്യസന്ധമായിട്ട് മാത്രമേ കേസ് അന്വേഷിക്കാതൊരു പാഠം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവരുടെ ഇംഗിതത്തിന് വഴങ്ങി പാവങ്ങളെ ദ്രോഹിക്കുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള വകുപ്പും ഇന്ത്യയിലെ പീനൽ കോഡുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക.